ഹലോ ഗൈസ്, നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ പാർട്സ് ആണേ. അപ്പോൾ നമ്മൾ ചിക്കൻ പാർട്സ് ഇവിടെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് ചെറിയുള്ളി ഒരു 10-15 ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചതച്ചത്, കരിവേപ്പില, ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്ത് വെച്ചത്. ഇനി നമുക്ക് സ്റ്റൗ കത്തിക്കാൻ പോകും. സ്റ്റൗ കത്തിച്ച് നമ്മളൊരു മൺചട്ടി എടുത്ത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഉലുവ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉലുവ നന്നായിട്ട് പൊട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. കരിവേപ്പില ഒന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചി ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്തു നന്നായിട്ടൊന്ന് അടി പിടിക്കാണ്ട് നമ്മൾ ഇളക്കിയെടുക്കുന്നുണ്ട്. നന്നായിട്ട് ഇളക്കിയെടുത്ത് അതിന് ശേഷം നമ്മൾ ചെറിയുള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റാൻ വേണ്ടിയിട്ട് നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഉപ്പ് നമ്മൾ ആവശ്യത്തിന് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് അടി പിടിക്കാണ്ട് നമ്മളൊന്ന് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ കഴുകി വെച്ച ചിക്കൻ പാർട്സ് എല്ലാം കൂടി അതിലേക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് മസാല ഫുള്ള് സ്ഥലത്തേക്ക് ആവാൻ വേണ്ടി ചിക്കൻ പാർട്സിലും ഉള്ളിലേക്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെക്കുന്നുണ്ട്. ആ ചിക്കൻ പാർട്സിലെ വെള്ളം ഒന്ന് ഇറങ്ങാൻ വേണ്ടിയിട്ട്. വെള്ളം ഇറങ്ങിയതിന് ശേഷം നമ്മൾ അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ ജാറിൻ്റെ അകത്ത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം. മൂടി വെച്ച് ഒന്ന് തിളയ്ക്കാനാകുമ്പോഴത്തേക്കും നമുക്ക് അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മറന്നു പോയതാട്ടോ ശരിക്കും. അതുകൊണ്ട് മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കാൻ മറന്നു പോയതാട്ടോ, അതാണ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മല്ലിപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി ഒന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഒന്ന് തിളച്ചപ്പോൾ നമ്മൾ 2 അല്ലി അങ്ങനെയല്ല 2 പച്ചമുളക് നന്നായിട്ട് നടുവ് കീറി എടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളിത് കുറച്ച് വറ്റിച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് വറ്റിച്ചെടുക്കുന്നവരുണ്ട്, അല്ലാണ്ട് ലേശം ചാറ് മാതിരിയാക്കി ഉപയോഗിക്കുന്നവരുണ്ട് കേട്ടോ. നമ്മളിഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഞാൻ ഇവിടെ ഇച്ചിരി ചാറ് മാതിരിയാക്കിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ടുണ്ട്. വറ്റിച്ചല്ല, നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി മൂടി വെച്ച് നമ്മൾ വേവിച്ചെടുത്തതിന് ശേഷം ആ വെന്തും തോന്നിയപ്പോൾ നമ്മൾ ഒരു വട്ടിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഒരു ചട്ടി സ്റ്റൗവിൽ വെച്ച് കത്തിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുമ്പോൾ നമുക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ കുറച്ച് 2 സവോള എടുത്തിട്ട് കുനുകുനാ ആക്കി അരിഞ്ഞിട്ടുണ്ട്. നമ്മൾ ചെറുള്ളി വെച്ച് കറി വെച്ചിട്ടുണ്ട്. ഞാൻ സവോള ഇട്ടിട്ടാണ് വറവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സവോള വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേണ്ടത് കരിവേപ്പിലയാണ്. കരിവേപ്പില നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിത് ഇങ്ങനെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ ചിക്കൻ പാർട്സിനകത്തേക്ക് വറവ് ചെയ്യാം. ഇനി അത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമ്മളൊരു പ്ലേറ്റിലേക്ക് അല്പം ചോറും എടുത്തിട്ടുണ്ട്. നമ്മൾ ചിക്കൻ പാർട്സ് കറിയുമാണ് എടുക്കുന്നത്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക. അതുപോലെ എൻ്റെ ചാനൽ കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.